ഹലോ നമസ്കാരം. പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് ഫിറോസ് എന്നാണ്. നമ്മുടെ ചിക്കൂജിയുടെ ഒരു ഫ്രണ്ടാണ്. ഒരു ഫ്രണ്ടല്ല, പ്രിയ സുഹൃത്ത്. ഒരുപാട് സുഹൃത്തുക്കളിലൊരു നല്ല സുഹൃത്ത്. ഏകദേശം എനിക്കൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനും ചിക്കൂജിയും കൂടെ ഇവിടെ വരുന്നത്. അന്ന് വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഒന്നുകൂടെ വരാനുണ്ട് എന്നൊക്കെ അന്ന് തോന്നിയായിരുന്നു. അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് പറയാം, ചിക്കൂജി നമുക്ക് അവിടെ ഒന്ന് പോകാം, കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ്. ചിക്കൂജിയുടെ ചാനലൊക്കെ ഞാൻ കാണുന്നതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം ചിക്കൂജി പുതിയ ചാനൽ തുടങ്ങിയതിൽ. മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി അതിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ന് ചിക്കൂജി എക്സ്പ്ലോർ ചെയ്യുന്നത് മൺട്രോത്തുരുത്താണ്. എന്താണ് മൺട്രോത്തുരുത്തിൽ ഇനി കാണാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയതായിട്ടൊരാൾക്ക് വന്നിട്ട് എങ്ങനെ കുറഞ്ഞ ചിലവിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് ചിക്കൂജി പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വഴിക്കെല്ലാം ഈ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാം ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഞങ്ങൾ റേറ്റ് ചോദിച്ചപ്പം തന്നെ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള റേറ്റാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായും. ഒരു ദിവസം രാവിലെ കഴിവതും രാവിലെ എത്തുക. ഈ സൂര്യനൊക്കെ നല്ല രീതിയിൽ ഹൈ ആവുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വന്ന് എൻജോയ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുവാന്നുണ്ടെങ്കിൽ ഇതേ സമയത്തൊക്കെ എത്തുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും നമുക്കിനി പറഞ്ഞു ബോറടിപ്പിക്കേണ്ട, അവരെ കാഴ്ചകൾ കാണിച്ചു. തീർച്ചയായും നമുക്കിനി ആ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ. ഈ പെഡൽ ബോട്ടിലാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ആ കാണുന്ന കണ്ടൽക്കാടാണ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ള ഇടം. ശരിക്കും പറഞ്ഞ ഒരു ആനയുടെ ആകൃതി പോലെ തോന്നുന്നുണ്ട്. ഞങ്ങൾ ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും ഇനി വേണം, ഈ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് വേണം ബോട്ടിങ് എടുക്കാൻ കേട്ടോ. ഒരാൾക്ക് എത്രയാണ്? ഒരാൾക്ക് 100 രൂപ വെച്ച് മണിക്കൂറിന് കേട്ടോ. കായാക്ക് എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇല്ലിരിക്കുന്ന സാധനമാണ്. അതിനകത്തൊക്കെ പോകാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ അരയന്നത്തിൻ്റെ വള്ളങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന അരയന്നത്തിൻ്റെ വള്ളം ഇത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തൽക്കാലം ഇതെടുത്തേക്കുവാ. ഇതെടുത്തൊന്ന് 1 മണിക്കൂർ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും വരണം കേട്ടോ, കുറേ പേര് വരണം. നമ്മൾ കുറച്ച് ദൂരെ നിന്നൊക്കെ ഓരോരുത്തരും ഈ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ക്ഷണിക്കും. പക്ഷേ അങ്ങോട്ടൊന്നും പോവാതെ ഇങ്ങോട്ട് വരിക. ഈ ചേട്ടൻ്റെ അടുത്തോട്ട് വരിക. ഈ ചേട്ടൻ മണിക്കൂറിന് 100 രൂപ വെച്ചാൽ നമുക്ക് തരുന്നത്. വരിക, കായലിൻ്റെ ഭംഗി ആസ്വദിക്കുക കേട്ടോ. ഇവിടെ ധാരാളം വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകളൊക്കെ എപ്പോഴും വരാറുള്ള ഇടമാണ്. പിന്നെ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ സാവകാശം ഇരുന്ന് കാണുക, കാഴ്ചയിൽ ഞങ്ങളോടൊപ്പം കൂടുക. ഇവരുടെ സ്ഥലം കോന്നില്ല കേട്ടോ. അവിടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് അടവിയിലേ. ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ട്. നല്ല അപ്പം പുള്ളിയുടെ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ കായലിലൊക്കെ കൊണ്ടുപോകുന്നേ. കായലിലല്ല, എവിടെ ഈ പുഴ, തോട്, ആറ്. നമ്മളെ നാട്ടിൽ വരുമ്പോൾ ജനക്കുള്ള ഏരിയയിലൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെന്താ. ക്യാമറമാനായ ജിയുടെ മക്കൾ ക്യാമറ കാണുമ്പോൾ നാണിക്കുന്നു. എന്താണ് ജി ഇങ്ങനെ? ഇനിയുള്ള യാത്രകളിൽ ഞാൻ നിങ്ങളെയും കൂടെ ക്ഷണിക്കുകയാണ്. കാഴ്ചയിലൂടെ നിങ്ങളും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. വീഡിയോ കട്ടിങ്ങും എഡിറ്റിങ്ങും ഒന്നുമില്ല, ലൈവായിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും മാത്രമായിരിക്കും നമ്മുടെ വീഡിയോയിൽ ഉടനീളം കാണാൻ പോകുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ കൂടെ തന്നെ കൂടുക. ഓക്കെ. കുറെ നാളായില്ലേ സൈക്കിള് ഓട്ടിയിട്ട്? മോള് കയറിക്കോ. ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിമിഷങ്ങൾ നമ്മൾ പൂർണ്ണമായും എൻജോയ് ചെയ്യുക. ജി എന്നാ പിടിച്ചോ, ഞാൻ ഇതൊന്നും ഇടട്ട്. വിക്ടർ ഏട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ബോട്ട് ചവിട്ടി തുടങ്ങി. ആ ചവിട്ടുന്നതിൻ്റെ ശബ്ദം ഇതിനകത്ത് കേൾക്കാം. വേറെ ആരും തെറ്റിദ്ധരിക്കരുത്. കീ എന്നൊക്കെ പറഞ്ഞു വരും. പ്രിയപ്പെട്ട ബോട്ടിന്റെ പെഡലിന്റെ സൗണ്ടാണ് കേട്ടോ.
നമ്മുടെ നൗകയിലേക്ക് കയറുന്ന രംഗമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോട്ടിലൊക്കെ നമ്മൾ കുറേയേറെ യാത്ര ചെയ്തിട്ടുള്ളതല്ലേ, ഇതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ? രണ്ടുപേരും ഒരു ഹായ് പറ. ഹലോ പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാത്ത പടിയാണ് കാണിച്ചോണ്ടിരിക്കുന്നത്. മര്യാദക്കില്ല, വള്ളത്തിൽ വന്നാൽ മതി. ചെല്ലും നമ്മള് ഇതങ്ങി ചെല്ലുമ്പോഴത്തേക്ക് 1 മണിക്കൂർ ആവുമെന്ന് തോന്നുന്നില്ലേ? നീങ്ങുന്നുണ്ടോ? അതുകൊണ്ടില്ല, വെള്ളം ആ വെള്ളം ഒഴിച്ചു പോകണം നമുക്ക്. മക്കളെ ഇരുന്ന് കുലുങ്ങുന്നു കേട്ടോ, കേട്ടോ. ഈ വെള്ളം നടുക്ക് കിടക്കുവാന്ന് തോന്നുന്നു. കാര്യം പറയാം, എനിക്ക് നീന്താൻ അറിയത്തില്ല. അത്രയും തിരിക്കണ്ട. ഇങ്ങോട്ട് നമ്മൾ ഒഴുക്കിനൊത്ത് നീന്തുവല്ല. ഇങ്ങോട്ട് പോകുന്നു വെള്ളം. ഈ ഗിയർ ചോദിച്ചു, ഇത് സ്റ്റിയറിംഗ് നേരെ വെക്കുമോ? പുള്ളി പറഞ്ഞിട്ടില്ലയോ ആഴം ഉണ്ടോന്ന് വെച്ചപ്പോൾ പറയാ ഇവിടെ ഭയങ്കര ആഴമായിരിക്കും. ഇവിടെ ആഴം കുറവാ, ഇവിടെ ഭയങ്കര കഴുത്തിന്റെ അത്രയേ ഉള്ളൂ. ആഹാ, നമുക്ക് തോന്നുന്നേ വെള്ളം നീങ്ങുന്നില്ലെന്ന്. ആ നീങ്ങുന്നുണ്ട്. തിരിഞ്ഞു നോക്ക. ഇനി നമ്മളെ കറക്റ്റ് നടുക്കെത്തി. യൂട്യൂബിൽ കാണുന്ന ഇതുവഴി പോകും. ഓരോ വീടിന്റെ വാതിക്കലെ കൂടെ ഒക്കെ പോകത്തില്ലേ? നമുക്ക് തോന്നിയാടാ. ഇന്ന് രാവിലെ മൊത്തം കടലിലായിരുന്നു, ഉച്ചയായപ്പം കായല്. നമ്മളെ ഓരോ കാര്യങ്ങളെ ചവിട്ടാൻ വർഷാനല്ലോ എന്റെ പറയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എളുപ്പം പോവാം. നാലുപേരും ബാലൻസ് ചെയ്തിരിക്കുക. അവിടെ ഇങ്ങോട്ടും ചാടാൻ പറ്റത്തില്ല. മാറുന്നുടനെ ഉണ്ടല്ലോ വണ്ടി മാറി. ഇത് 3 പേരുണ്ടായാലും വലിയ പാടാ തോന്നില്ലയോ? 4 പേർക്ക് പോകാൻ വേണ്ടിട്ട് പണിഞ്ഞേക്കുന്നത്. 2 പേരുടെ ഉണ്ടായിരുന്നു കേട്ടോ, സിംഗിൾ ആയിട്ടുള്ള. എന്ത് കിടക്കുന്നത്? അത് കുറ്റി കമ്പ്. നമുക്ക് എങ്ങനെ കറങ്ങി വരാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ തിരിയാം. അങ്ങോട്ടുണ്ട്, നമ്മളില്ല ഹോട്ടലിൻ്റെ അടുത്ത് പോയ വഴിയാ. ഏതാ അതെന്തോ കുറ്റി എങ്ങാണ്ട്, മുതലെങ്ങാണോ? അറിയാവത്തില്ല. ചിലപ്പോ ചാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, അത് ചെയ്തിട്ട് പോയിക്കോളൂല്ലേ. ആ വഴി കൂടെ തന്നെ നമുക്ക് പോവാം. ഫോട്ടോ എടുക്കണം. ക്യാമറ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എടുക്കലും വെയില്. അത് എന്നാ കടയിൽ വന്നപ്പോൾ പറഞ്ഞുവിടായിരുന്നു, ചാർജ് ചെയ്തുവിടായിരുന്നു. അല്ലേലും അങ്ങനെ ക്യാമറയും കൊണ്ട് നടക്കും, ക്യാമറയ്ക്ക് ചാർജ് കാണത്തില്ല. എൻ്റെ ജി ഹായ് ഗൈസ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ എന്നാ ഉറങ്ങിക്കോ, ഉറങ്ങാൻ പറ്റിയതാ. ഇതിനകത്തിരുന്ന് കണ്ണു അടച്ചോണ്ടിരുന്ന് ചവിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ഇതിനകത്തോടെ കയറി ഇറങ്ങിയിട്ട് ഒരു വിധത്തിലും മതി വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും റിട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല സോറി, ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഓളമുണ്ട് ഇങ്ങോട്ടേ. ഇനി നമ്മൾ പോയില്ല, പാലത്തിന്റെ അടിയിൽ കൂടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞങ്ങളിനി അടുത്ത ദിക്കിലോട്ട് പോവാ കേട്ടോ. പിന്നെ
നേരത്തെ ഈ ചേട്ടൻ്റെ ഹൗസ് ഈ എന്തുവാണ് ഇത് ബോട്ടിൻ്റെ പേര് പെഡൽ ബോട്ട്. ഈ പെഡൽ ബോട്ടിലോട്ട് കയറണമെന്നുണ്ടെങ്കിലേ റോഡ് സൈഡിലെല്ലാം ആളുകൾ നിൽപ്പുണ്ട്. അവരെല്ലാം 500 രൂപയാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഞങ്ങൾ 4 പേരുണ്ട്. പക്ഷേ 3 പേരുടെ ചാർജ് എടുക്കത്തു. ഒരാൾ ചെറിയവനായതുകൊണ്ടേ 100 രൂപ വെച്ചേ ഉള്ളൂ. അപ്പം ലാഭകരം ഇതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പം ഇത് പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ നിന്ന് ഇടത്തോട്ടൊരു ചെറിയൊരു ഇടവഴി കിടപ്പുണ്ട്. ആ വഴി കൂടെ നേരെ കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതാ ഞാനൊരു പാലം കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അടിയിലൂടെ ഞങ്ങൾ പോകും. അപ്പോൾ ആ സൈഡിലായിട്ടാണ് ചേട്ടൻ നിൽക്കുന്നത്. അപ്പം നേരെ ഇനി പോരുക. ബൈക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടന്നായാലും ശരി, പതുക്കെ നടന്നിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരനെ കാണാൻ പറ്റും. പുള്ളിയുടെ പേര് പറഞ്ഞായിരുന്നു നേരത്തെ. ഞാൻ എന്തായാലും ഒരു വട്ടം കൂടെ കാണുമ്പോഴത്തേക്ക് പുള്ളിയുടെ പേര് പറഞ്ഞുള്ള വീഡിയോ ഇട്ടേക്കാം, നമ്പരും കൂടെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് പുള്ളിക്കാരനെ വന്ന് കണ്ടാൽ മതി. ഓക്കെ. ഒരു 2-3 ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ വണ്ടി ഓടിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ ഇത് ചവിട്ടുന്നുണ്ട്? കാല് കഴിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കഴിക്കും. എനിക്ക് അങ്ങനെ ഒരു രസമായിട്ടാണ് തോന്നുന്നത്. കാല് കഴിക്കുന്നില്ല? ഇല്ല, രസമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയാമോ, നമ്മൾ ഇത് ഇങ്ങനെ ഒരു സംഭവത്തിൽ കയറിയിട്ടില്ല. അതേസമയം സൈക്കിളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോട്ട് അവിടെ കുരുങ്ങിയോ? കുറേ നേരം കൊണ്ട് അവിടെ കിടക്കുവാണല്ലോ. മീനെ പിടിക്കുവോ? ആണോ? നല്ല രസമുണ്ടല്ലേ ബോട്ട്. നമുക്ക് പോവാം. അല്ല, അവര് അങ്ങോട്ട് തിരിക്കുവാന്ന്. നമ്മൾ ഇതുവഴി കയറി അങ്ങോട്ട് പോയി കറങ്ങി വരാൻ നമ്മളെ തിരികെ. ആര് പറഞ്ഞു? എന്തായാലും ഡ്രൈവിങ് പഠിച്ചേ, ബോട്ട് ഡ്രൈവിങ് പഠിച്ചേ, തിരിക്കാനും എടുക്കാനും ഒക്കെ. നമുക്ക് അതുവഴി പോയി ഇങ്ങനെ കറങ്ങി വരാം. മീൻ. ഓ, ചാടുന്നുണ്ടോ? മീൻ കിടന്ന് ചാടുന്നുണ്ടോ? ഇംഗ്ലീഷ് പടത്തിലൊക്കെ നമുക്കൊരു പാട്ട് പറഞ്ഞാൽ പാട്ട് പാടിയല്ലോ, പാട്ട് പറഞ്ഞാലോ ഒന്ന്. ഇംഗ്ലീഷ് പടത്തിൽ ചൂണ്ടയിട്ടേക്കോ? ചൂണ്ടയോ? ഇതൊക്കെ വീഡിയോ നമുക്കേ ഫിർസാനായിട്ടെ കൊടു ഇത് ക്യാമറ പറയുന്നുണ്ട്. ഫിറു പിടിക്കോ? പ്രിയപ്പെട്ടവരെ, കറുത്ത വേരാകുമ്പോഴുണ്ട്. ഇതുവഴി ഇതാണ് കടൽക്കാക്ക. ഇതൊക്കെ വീഡിയോ എടുക്കണം. എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്ഥലമല്ലേ. ആണ്ടാ മീൻ ഓടി പോകുന്നതാ. മീൻ കിടന്ന് ചാടുന്നുണ്ടോ? ആടിയ പോളി. നമ്മൾ ഈ കറങ്ങി വരുന്ന വീഡിയോ ഉണ്ട്. കറങ്ങി ഇതുവഴി വരുന്ന വീഡിയോ. ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ് കറങ്ങുകയാണ്. അങ്ങോട്ട് വെയിലാജി, അവിടുന്ന് എടുക്കണം. ഒന്നുകൂടെ കറങ്ങണം. നമ്മൾ കയറിയ സമയം നോക്കുന്നുണ്ടോ? അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് പേടിക്കാൻ തോന്നുന്നു. അല്ല, തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടോ നമ്മളെ? ഇങ്ങോട്ടാ ഒഴുക്ക് കിടക്കുന്നത്. ആ, ഉപ്പ വെള്ളമല്ലേ പിന്നെ. ചരിയല്ലേ, വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടല്ലേ മോനെ. അന്നേരം ചുമ്മാ പറയുന്നേ വെള്ളത്തിന് ആഴം. അത് കേറാൻ വേണ്ടിട്ട് പറയുന്നത്. കറങ്ങുന്ന ഒരു ഇതെടുക്കണം. കറങ്ങി പോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് കറങ്ങണം. പിന്നെ അതിനകത്തല്ലേ കറണ്ട് നമുക്ക്. ഇങ്ങോട്ട് ബാപ്പി ഇങ്ങോട്ട് തിരിക്കുക. പക്ഷെ വെള്ളം പോകുന്ന വേറെ ആന്നേ ഉള്ളു. ഉണ്ടോ? പതുക്കെ തിരിയണം. ഉണ്ടോ? ഇങ്ങനെ കറങ്ങി വന്നാലും രസമുള്ളൂ.
അങ്ങോട്ട് വിട്ട് അങ്ങോട്ട് വിട്ട് നേരെയാക്കാം നേരെയാക്കാം. വീഡിയോ എടുക്കണേ അല്ല കടൽ ബോട്ട് ആകുമ്പോഴേ നമുക്ക് കുറച്ച് ഏരിയാസ് ഉണ്ട്. മറ്റേതാകുമ്പോഴത്തേക്ക് കുറേ ഏരിയ ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. മറ്റേ വലിയ ബോട്ടിനകത്താകുമ്പോൾ അവർക്ക് അന്നേരം മോട്ടറുണ്ട്. പിന്നെ ഇതിന് ഈ ബോട്ടിൻ്റെ ഡ്രൈവറെ ഒരു പേര് പറയല്ലേ, എന്തായിരുന്നു പറയുന്നത്? സ്രാങ്ക അല്ലേ? കടലായാലും ഇതായാലും ബോട്ടല്ലേ, അപ്പോൾ ഒരേ പേര് തന്നെ ആയിരിക്കും, സ്രാങ്കം. നമ്മളെ മമ്മൂട്ടിയുടെ ഒരു പടത്തിനകത്ത് മമ്മൂട്ടിയുടെ പേര് അതല്ലേ. അപ്പോൾ അതിനകത്ത് ആളുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ എല്ലായിടത്തും കൊണ്ടുപോയി കറങ്ങി കാണിക്കും. ഒരുവിധം ഇച്ചിരി നേരമൊക്കെ എൻജോയ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ, ഈ പെഡൽ ബോട്ട് തന്നെ നല്ല ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കും. ബാക്കിലുള്ള ആളുകളൊക്കെ ഉണ്ടോ അവിടെ? ഉറങ്ങി ചവിട്ട വേണമെങ്കിൽ ഇപ്പോൾ ഉറങ്ങിക്കോ നീ, ഉറക്ക ക്ഷീണമെന്ന് മാറിക്കും. ഈ ഉറങ്ങിക്കോ, ഞാൻ ഇട്ട് തിരിച്ചോളാം. ഇതിനകത്തൊരു ഗിയറുണ്ട് കേട്ടോ, പുള്ളിക്കാരൻ ഇതിനകത്തിട്ട് അങ്ങ് പിടിയോട് പിടിയാ. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ആരാ വിളിക്കുന്നത്? പണ്ട് നമ്മൾ അവിടെയൊക്കെ പോയായിരുന്നില്ലേ ജി? ആ ഭാഗത്തേക്ക് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തേ. അന്ന് സത്യം പറഞ്ഞാൽ അന്ന് ഇത്രയും ബോട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു. ബോട്ടിംഗ് ഇല്ലായിരുന്നു, ഇല്ല. ഇവിടെ ആളുകൾ പോലും വന്നിട്ടില്ലല്ലേ ഈ എന്തോ റെസ്റ്റോറൻറ്റ്, റിസോർട്ടാണോ റെസ്റ്റോറൻ്റ് ആണോ പറയേണ്ടതെന്ന് അറിയാൻ വയ്യ. അന്നത് പണി നടന്നോണ്ടിരുന്നേ 4-5 വർഷത്തിന് മുമ്പ് നമ്മൾ അവിടുന്ന് നമ്മളെ ബൈക്കിൽ പോകണ്ടല്ലോ, അങ്ങോട്ടല്ല പോണ്ടേ, എൻ്റെ അടിയിൽ കൂടെ പോകണം. ഇവിടെ പോയിട്ട് വന്നിട്ട് അങ്ങോട്ട് പോകാനാണ്. പോകും, മറ്റേ ഇത് പോകത്തില്ല, അരയന്നം പോകത്തില്ല, ഇതിലേ കൂടെ ഇത് പോകുന്നാ പറഞ്ഞു. സമയത്തായി നമ്മൾ 3 മണിക്ക് കണ്ടാ കയറിയ. ആ പോകുന്നതാണ് നമ്മുടെ ബോട്ടുടമ സ്രാങ്ക്. നീ ആ പാലത്തിൽ സൂക്ഷിച്ച് നോക്കിയാ പറഞ്ഞു നീങ്ങി, ഞാൻ പറഞ്ഞില്ലേ. ഈ കെട്ട് പതുക്കെ അഴിച്ചു. മറ്റേ വണ്ടിയുടെ കൂട്ട് നമ്മുടെ പുതിയ വാറണ്ടല്ലോ. ചേട്ടന്റെ പേരെങ്ങനായിരുന്നു? വിക്ടർ. വിക്ടർ ചേട്ടൻ നിൽക്കുന്ന കേട്ടോ. ഏത് കുഴി കൂടെ ആയാലും പോയാൽ മതി. ഇങ്ങോട്ട് എങ്ങോട്ടാ പോണ്ടി? ഇങ്ങോട്ട് നേരെ ചവിട്ടിക്കാം. ഞാനാരെയും മുമ്പിൽ താന്ന് കൊടുത്തിട്ടില്ല. ചടിക്കോ, പോട്ട് തലയിൽ അടിക്കത്തില്ല. എന്തിനാ, ഞാൻ താന്നിട്ടില്ലല്ലേ. പോട്ട് ചടിക്കോ. ഇതിനെ കയറി കനാലുണ്ട് കേട്ടോ. ഏതാ? പൊക്കി വെക്ക്, ഇത് പൊക്കി വേ ചെയ്തൊന്ന് കളത്തി ഓർഡർ കൊക്കിരിക്കുന്നടേ. കെട്ടണോ അല്ലേ കാറ്റ്? ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല.
എങ്ങോട്ട് പോകാൻ വന്ന കനാൽ? ഇതോ അതിലെ കൊണ്ട് ഞാൻ നേരെ. ആ നല്ലൊരു പാട്ട് പാടിക്കും. ഈ പാട്ട് പാടാൻ അറിയത്തില്ല. പിന്നെ ഇപ്പം പാടിയത് എന്തുവാ? അത് പാട്ട് ആൾക്കാർക്ക് കേൾക്കാൻ കൊള്ളത്തില്ല. ഇത് താത്ത നമുക്കിങ്ങനെ സ്വന്തമായിട്ടൊക്കെ അത് വെയ് കെട്ടി വേണോ? ഹായ് ഗൈസ്, ഞാൻ കയറ് കെട്ടാൻ പോവുകയാണ്. ഓരോ ഗൈസ് എന്ന് പറയുന്ന ഒരു വാക്ക് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് വന്നതിന് ശേഷമാണ് ഇവിടെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം തന്നെടേ നമ്മൾ ഈ പഴയ ആൾക്കാരായതുകൊണ്ടേ നമുക്ക് ഈ ഇംഗ്ലീഷ് കറക്റ്റ് നമുക്ക് പ്രൊനൗൺസിയേഷൻ ഒന്നും വരത്തില്ല. എന്തായാലും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ബോട്ടിങ്ങിനും അതുപോലെ പ്രകൃതിയെ അറിയാനും ഒക്കെ വരുന്നത് നല്ലതാണ് അല്ലേ? തീർച്ചയായും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു എന്താ പറയുക, നമ്മുടെ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വീണ്ടും റിഫ്രഷ് ആയിക്കൊണ്ട് നമുക്ക് വീണ്ടും തിരക്കിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ കഴിയുന്ന ഒരു സംഭവമാണ്. ഇടയ്ക്ക് ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ. കാരണം നമുക്കിങ്ങനെ സ്ട്രെസ്സും ഒക്കെ വളരെ കൂടുതലായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മുടെ, ഇല്ലയോ പലരുടെയും. അതുകൊണ്ട് ഇവിടങ്ങളിലുള്ള ഒരുവിധം എല്ലാ ആളുകളും ഒന്ന് ഇതൊക്കെ കണ്ടുപോയിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാനേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളൊക്കെ ദൂരെ നിന്ന് വരുന്നത് കൊണ്ടാണ് ഇതൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ കണ്ടൽക്കാടല്ലേ സാധനം? കണ്ടൽക്കാട് വീട് ഏരിയയിൽ ഈ പറഞ്ഞ കണക്ക് നല്ലതല്ലേ? നമ്മുടെ ഇവിടെ നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നി നമ്മളിപ്പോൾ താമസിക്കുന്നതെന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിലാണ്. അവിടെ ഈ ഒന്നാമത് ഹൈവേയുടെ പണിയും കൂടെ ആയതുകൊണ്ട് മൊത്തം പൊടിപടലങ്ങളും ഒക്കെയാണ്. ഭയങ്കര ചൂടുമാണ് അല്ലേ? തീർച്ചയായും. അപ്പോൾ കുറച്ച് അകലെ ഇങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് ഇത്തരം വളരെ മനോഹരമായിട്ടുള്ളൊരു കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ളൊരു ബോട്ടിങ് യാത്രയും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പണ്ട് ഈ പെഡൽ ബോട്ട് പണ്ട് ഞാൻ കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഊട്ടിയിലൊക്കെ മനസ്സിലായി. ഫിർസാന, മോഡൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മോള് നേരത്തെ കയറിയിട്ടുണ്ടോ? ഇങ്ങനെ വന്നിട്ടുണ്ടോ? പറഞ്ഞു മോനോ? ആദ്യമായിട്ട് അവൻ ഇച്ചിരി നാണക്കാരനാട്ടോ. അവനിച്ചിരി ഷൈയാണ്. വീട്ടിൽ നേരെ തിരിച്ചാട്ടോ, വീടെല്ലാം ഇളക്കി മറിച്ചു വെക്കും. ഇനി കുറച്ച് ഞങ്ങൾ പോകുന്ന ഏരിയ കൂടെ കാണിച്ചു തരാവേ. ജിക്ക് ഇപ്പോൾ കവിത എഴുത്തൊന്നുമില്ലേ? കവിത എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിലൂടെ. സുന്ദർ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു 3-4 വർഷം മുമ്പ് വളരെ ആക്റ്റീവായിട്ട് സാഹിത്യ രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഇല്ലല്ലേ? ഇപ്പം എന്ത് പറ്റി? ഇപ്പം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിലോട്ടൊക്കെ നമ്മൾ വന്നിട്ട് കുറേ ആയി. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാടും കായലും തോടും അത് നല്ല രസമായിരുന്നു. നമ്മളന്ന് കൊട്ടവഞ്ചി പോയതേ. ഒരു ദിവസം കൂടെ നമുക്കൊന്ന് കറങ്ങണം. ഇത് നല്ല രസമുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ തീരത്തായിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ പിടിക്കുന്നവരുണ്ടല്ലോ, കരയെ വന്നിട്ട് വല വലിച്ച് അകത്തോട്ട് കയറ്റുന്നേ. അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഈ മീൻ പിടിക്കുന്നത് കാണാൻ പറ്റിയിട്ടില്ല. ചവിട്ടിക്കോ. എന്ത് സംഭവം അറിയോ? പുറകോട്ട് കുരിയും കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങോട്ട് പോകത്തില്ല. നീറ് കയറി കടിക്കുന്നു. പുറകോട്ട് ചവിട്ടിട്ട് നേരെയാണ് അങ്ങോട്ടാക്കി. ഓക്കെ. മോനെ അവിടുത്തെ കയറൊക്കെ ശ്രദ്ധിച്ചോണേ മോനെ. ഞങ്ങൾ കയറ് ചെറുതായിട്ടൊന്ന് കുരുങ്ങി കേട്ടോ. ഞങ്ങളിവിടെ പെട്ടുപോയി. എങ്കിലും ഞങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ചു മുന്നേറുകയാണ്. സൈഡ് കൈ നോക്കിക്കോണേ മോളെ. അങ്ങനെ കറങ്ങി വരാം നമുക്ക്. അതിലേക്കൂടെ കറങ്ങി ഇതിലേക്ക് വരാം. ഇതുവഴി അങ്ങോട്ട് കായലുണ്ടെന്തോ. തോട് ഈ കാണുന്നേ. നീർക്കാക്കേ അത്. ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു.
അങ്ങോട്ടല്ല പോണ്ടത്, തിരിച്ച് ഇങ്ങോട്ട് എങ്ങോട്ട്? ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് പോകണം നമുക്ക്. നല്ല ഇറങ്ങിയല്ലേ പോണ്ടി? അല്ല അപ്പുറത്തോട്ട് പോവാം. അന്നേരം കാണാൻ നല്ല ഭംഗിയുള്ള മീനെ പിടിച്ച് തിന്നുന്നുണ്ടോ? നീങ്ങി വരുന്ന പോലെ തോന്നുന്നു. അത് നീങ്ങി വരുന്നു. അതിങ്ങനെ സംഭവിച്ചത്, അതിങ്ങനെ നീങ്ങി വന്നിരിക്കുന്ന പോലെ. നമ്മളിപ്പോ ഇതിലേ കൂടെ അല്ലേ വന്നേ, ഇനി നേരെ ചോ അത് നീങ്ങി വരുവാണ്ടോ? നമ്മൾ ഒഴുകി കിടക്കുമെന്ന് ഇവര് ഒഴുകി കിടക്കുമെന്ന് സംഭവം. അതിങ്ങോട്ട് വന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോവുക, അത് വരുന്ന ഇടിക്കാൻ കണ്ടോ? അത് വരത്തൊന്നുമില്ല, അതിങ്ങനെ വരുവാ കണ്ടോ? എവിടാ അത് ഇങ്ങോട്ടൊന്നും വരുമല്ല. നമ്മളെ ബോട്ട് അങ്ങോട്ട് പോവുക. ജോലി ഇരിക്കുന്നൊക്കെ അവരുടെ അടുത്തോട്ട് പോകും. ഇപ്പഴേ തോന്നി തുടങ്ങി കേട്ടോ. എന്തിനാ നമ്മൾ നേരത്തെ പോയതോ? അത് കൊത്തുപോത്. ഇല്ലല്ല അങ്ങോട്ട് പോകും. ഇത് വരുന്നോടാ. നിർത്തരേ അങ്ങോട്ട് പോയി അതിനകത്തോടെ ഇറങ്ങി വരാം. അവിടെ ഒരു ദ്വീപ് പോലെ ഉണ്ടോ? ഇനി ഫ്രണ്ടിലോട്ട് അതൊക്കെ ചവിട്ടിയാ മതി. കാലിയെടുപ്പില്ല. ആദ്യം നമ്മൾ ട്രെയിൻ എടുത്ത് ചവിട്ടുമായിരുന്നു. ആദ്യം നമുക്കിത് അറിയത്തില്ലല്ലോ. എല്ലാം കൂടെ കറങ്ങി വരണ്ട. പണ്ട് നമ്മൾ ഇതിലേ കൂടെ വന്നിട്ട് അങ്ങോട്ട് അകത്ത് കയറിയിട്ട് വല്ല വേരൊക്കെ മൂടി ഒരിടത്തുനിന്ന് ഫോട്ടോ എടുത്തില്ലായിരുന്നോ? വരുന്നു കണ്ടോ? ഒഴുകി നടക്കുന്ന വൃക്ഷങ്ങളും വള്ളിച്ചെടികളും എത്തി. അല്ല വേറെ കാര്യമുണ്ട്, ഈ മണ്ഡപം തുരുത്തേ മുങ്ങിക്കൊണ്ടിരിക്കുക. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തുരുത്ത് കാണത്തില്ലെന്നാ പറയുന്നത്. കുറെ വീടുകളൊക്കെ വെള്ളത്തിനകത്തായി. അത് ഈ ചങ്ങനാശ്ശേരിയോ ചെങ്ങന്നൂരോ അങ്ങോട്ട് ഞാൻ പോയായിരുന്നു കേട്ടോ. ജിക്ക് അറിയാമോ, ഒരു അനീഷ് എന്നാണോ എന്തോ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളിക്കാരന് ഇത് കണക്ക് ഹൗസ് ബോട്ടിൻ്റെ പരിപാടികളും റിസോർട്ടൊക്കെ, അതായത് ഇപ്പോൾ ഈ നമ്മൾ നടന്നു വന്ന ആ കാണുന്ന ഭാഗമുണ്ടല്ലോ, അതേ കണക്കത്തെ ഒരു ഏരിയയിൽ അതിൻ്റെ സെൻറ്ററിൽ റിസോർട്ട് പണിയാൻ ഒരു 3-4 തുരുത്തിൽ ഒരു നല്ലൊരു പ്രോജക്റ്റായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഞ്ചായത്തുമായിട്ട് ചേർന്നിട്ടേ അങ്ങനെ അത് ഞാൻ പോയി കാണുകയും അതിൻ്റെ പ്ലാൻ വരച്ച് കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്തതായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ അത് ഉപേക്ഷിക്കുകയോ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. ഇനി അവരത് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ലേ. പിന്നെ കാണുമ്പോൾ നല്ല രസമൊക്കെ അത്തരം വീടുകളെ. പക്ഷേ വേലിയേറ്റ സമയമാകുമ്പോഴത്തേക്ക് ഈ വീട്ടിൻ്റെ മുറ്റവും പാതിയോളവും ഒക്കെ വെള്ളം കയറാറുണ്ട്. ഒഴുക്കിൻ്റെതാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് തിരിക്കുന്നത്. അതിനകത്തോടെ പോണോ? സമയം 33 മിനിറ്റ് ആയാലോ? ഒരു ദിവസമൊക്കെ വന്നിട്ട് ഇതാ ഇങ്ങനത്തെ കൊച്ചു വീടുകളിലൊക്കെ ഒന്ന് തങ്ങണം. ഈ കായൻ്റെ തീരത്തെ രാത്രി കിടക്കാൻ പറ്റില്ല, കൊതുകായിരിക്കും. കൊതുക് ഒരു ഭാഗം, പേടി മറ്റൊരു ഭാഗം. താമസമില്ല. ഇല്ലല്ല എല്ലായിരിക്കും അറിയാക്കത്തില്ലല്ലോ. അപ്പോൾ ഈ ബോട്ടിലൊക്കെ പോകുന്നവരെ അതുകൊണ്ട് ഡിഷൊക്കെ ഉണ്ടല്ലോ ഇവിടെ.
ഇറങ്ങിയിട്ട് എന്തിനാ വെള്ളം ഇങ്ങനങ്ങ് പേടിച്ചാൽ എങ്ങനെയാണ് ജി? മറ്റൊരാളുടെ നിയന്ത്രണമില്ലാതെ ഇങ്ങനെ കായൽപ്പരപ്പിലൂടെ തെന്നി തെന്നി ഒഴുകി നടക്കുമ്പം തന്നെ ഒരു പ്രത്യേക സുഖമാണ്. സമയമായില്ല. കുഴഞ്ഞോ ജി? ചിരിയാരാ നമുക്ക് ഇങ്ങനെ ഇട്ടേക്കാം. എല്ലാരും കുനിഞ്ഞു കണ്ട പുള്ളി അപ്പോൾ അവിടെ ഇരിക്കും. ന്യൂട്രലൊക്കെ പോകുന്നു. നമ്മളിപ്പോ ന്യൂട്രി പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സമയമായോ? ഇല്ല. നമ്മള് വേഗം ചവിട്ടിയണ്ട, ആസ്വദിച്ച് ചവിട്ടിയില്ല. അതില് ആ വള്ളം കിടക്കുന്ന നിർത്തുക. സമയമുണ്ട്, അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞ് പതുക്കെ ചവിട്ടിയാൽ. എനിക്ക് ഇനി സമയം കിടക്കുക. ഇത് രസമല്ലേ ചേച്ചി? 100 രൂപയുടെ കേസല്ലാണ്. ഞാൻ ഇനിയും വരും, പക്ഷെ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കത്തില്ല. ഒറ്റയ്ക്ക് വന്ന് ഞാൻ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് അങ്ങ് പോകും. നമ്മളെന്ത് ചെയ്യുക? വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം. ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു സുഖമല്ലേ ഇങ്ങനെ? വീഡിയോ എടുക്കാൻ പറ്റും. അതാ ആരുമായിട്ട് സംസാരിക്കും. എനിക്കല്ലെങ്കിൽ ഈ ഏകാന്തതയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈയിടെയായിട്ടല്ല, പണ്ടോട്ടേ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സഹവാസത്തിലോട്ട് ഇറങ്ങിയതുകൊണ്ട് ആ ഏകാന്തത നമുക്ക് നഷ്ടമായി. ഒരു ദിവസം കടലിൽ പോകണം മീൻപിടുത്തക്കാരുടെ കൂടെ. അത് ഒരു വലിയ വെള്ളത്തിന്റെ ആ ഒരു മണമടിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നു. തിക്കറിയാൻ വെച്ചേക്കുവാണോ? പട്ടമല്ലേ, വന്ന് കുരുങ്ങിയതാ. നാണമായി. കൊട്ടവഞ്ചി നിൽക്കുക. സ്പീഡ് ചോട്ടണ്ട. ഈ വെള്ളം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടോ? അവിടം വരെ അല്ല ഉള്ളു. അവിടുന്ന് ഒഴുക്ക് വന്ന് ഇവിടെ തട്ടി തിരിയുന്നു. നമ്മളിപ്പോൾ എതിർ ദിശയിലാണ് പോകുന്നത്. നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. ഇതാകുമ്പോൾ ഒരു പ്രത്യേക സുഖമോ. മറ്റേതാകുമ്പോൾ അയാളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കും. നമ്മൾ അതിനകത്തിരുന്ന് വെറും കാഴ്ചക്കാരൻ മാത്രമാവും. ഇതാകുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ നമുക്ക് ജീവിക്കാം. എന്തോ അങ്ങനെ ഞങ്ങൾ അരയന്നത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഏകദേശം ഞങ്ങളുടെ ബോട്ടിംഗ് സമയം തീർന്നിരിക്കുന്നു. ഞങ്ങൾ ബോട്ട് കൊടുക്കാനായി പോവുകയാണ്. കാലുകൊണ്ടൊന്ന് ചാട്ടി വരെ.
ഇടത്തോട്ട് വെച്ചിട്ട് ഒരു വേസ് ഇടത്തോട്ട് തിരിച്ച് ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പുറത്തൊന്നുമില്ലേ? ചവിട്ടിക്കോ. അവളെ തല കാത്ത് വെച്ചേക്കണേ. അവിടെ തൊട്ടോ അവിടെ അങ്ങോട്ട് ഒഴുക്കൊള്ളോണ്ടേ പോയിക്കോളും. നമ്മളങ്ങനെ പുതിയൊരു ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്, വലിയ കായലിലേക്ക്. ഇതാണ് അങ്ങോട്ട് പിന്നെ എനിക്ക് കിടക്കുന്ന എല്ലാം വലുതാ. പോട്ടെ, വണ്ടി അടുപ്പിച്ചോ. ആ അതിൻ്റെ ബാക്കി നിങ്ങളെ മാറി കയറാൻ പറ്റുമോ? ആ നമുക്കറിയാമോ? ഞങ്ങൾ ഇനി വരുമ്പോൾ ആവട്ടെ. ഇനി നിങ്ങൾക്കുള്ള അവസരമാണ്, നിങ്ങൾ അതിനുള്ള ട്രെയിനിങ്ങോട് കൂടി കയറണം കേട്ടോ. കുറച്ചും കൂടെ പോയിട്ടില്ലേ? ആ ഇതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കേട്ടോ. ഇങ്ങോട്ട് വാജി, ഇങ്ങോട്ട് വന്നിട്ട് കറക്കി. ആ 1 മണിക്കൂറായി. കണ്ട ഏരിയ കണ്ടോ കേട്ടോ. ബൈക്കിൽ നേരെ ഇഞ്ഞ് വണ്ടി ഓടിച്ച് വന്നാൽ മതി അവിടുന്ന് കേട്ടോ. ഈ പാലം കടന്നു കഴിഞ്ഞ് തൊട്ടടുത്ത് കാണുന്നത് വിക്ടർ ഏട്ടൻ്റെ ബോട്ടും സന്നാഹങ്ങളുമായിട്ടുള്ള ഏരിയ ആണ്. ഏട്ടൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞേക്കണേ. കായാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കി വെച്ചിരുന്നത്. അതെന്തോ അങ്ങനെ നമ്മളെ ഒറ്റയ്ക്ക് തുഴയണോ? 2 പേര്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിനകത്ത് പോവാം. പതുക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ജി ഒറ്റയ്ക്കായി വെള്ളത്തിൽ. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയപ്പം വിക്ടറായിട്ട് എനിക്കൊരു അവസരം തന്നു. അവിടെ നിന്ന് ഇറങ്ങണ്ട. ഇതൊരു ട്രയൽ ഡ്രൈവാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒറ്റയ്ക്കുള്ള, അതും കായലിലെ തുഴച്ചിലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടോളൂ. ചേട്ടാ നമ്പർ ഒന്ന് പറയേ. 9048 9450. ക്ഷമയുള്ള ആളുകൾ മാത്രം ഇത് കണ്ടുകൊണ്ടിരിക്കും. മറക്കണ്ട എല്ലാവരും. വിക്ടർ ചേട്ടനെ, വിക്ടർ എന്നല്ലേ പറയും? വിക്ടർ എന്ന് പറയുന്ന ചേട്ടനെ വന്ന് കാണണം കേട്ടോ. കൊട്ടവഞ്ചി അങ്ങനെയുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾ ഓക്കെ. ആവും ചക്കയൊക്കെ പണിഞ്ഞു വെച്ചേക്കുന്നത് റിസോർട്ട് പോലത്തെ ഒരു സംഭവം. ഒന്ന് ബ്രേക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു, പക്ഷേ ബ്രേക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തന്നില്ല. പക്ഷെ ഞാനങ്ങ് ബ്രേക്ക് ചെയ്തു. ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന കണ്ടപ്പം പുള്ളി എനിക്ക് ട്രയൽ ചെയ്യാൻ തന്നതാണ്. പുള്ളിയുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് വാങ്ങിയിട്ടുള്ള മാർക്കറ്റിങ്ങും കാര്യങ്ങളൊന്നുമല്ല. മനുഷ്യൻ്റെ സന്തോഷം, അതുമാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആദ്യത്തെ കുറേ എക്സ്പീരിയൻസുകളുണ്ടല്ലോ, ഇതൊക്കെയാണ് അത്ഭുതങ്ങളെന്ന് പറയുന്നത്.
അതിനെ പരമാവധി ആസ്വദിക്കുക, ആനന്ദിക്കുക. യാത്രകളും കാഴ്ചകളുമാണ് നമ്മുടെ ലഹരി. അതോടൊപ്പം മറ്റ് ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്ത്, വായന തുടങ്ങിയവ. ഇത്തരത്തിലുള്ള ലഹരികളെ നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലഹരിയും നമ്മൾ ആസ്വദിക്കാനായിട്ട് തോന്നത്തില്ല. ആസ്വദിക്കുകയല്ല, മറ്റൊരു ലഹരിയും ഉപയോഗിക്കാനായിട്ട് നമുക്ക് തോന്നത്തില്ല. മനസ്സിലേറെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് ഒരു ബോട്ടെടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ തുഴഞ്ഞ് കായൽ കാറ്റുമൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നീങ്ങുക, അതൊരു സുഖം തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇത്തരത്തിലുള്ള ആനന്ദങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും. മനസ്സിലെ ആനന്ദത്തിൽ നിന്നും റിവേഴ്സ് ഗിയർ ഇട്ട് പിന്നിലേക്ക് തുഴഞ്ഞു നീങ്ങുകയാണ്. എക്സ്പീരിയൻസ്. എനിക്ക് ഓർമ്മയുണ്ടോ നമ്മളില്ലേ എറണാകുളത്ത് പോയിട്ട് അവിടെ ഇതാണ് കുറെ കെട്ടിയിട്ടിരുന്നു കേട്ടോ. ഞങ്ങൾ അതിനകത്ത് ഇറങ്ങി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് ഇങ്ങനെ എത്രയും തുഴഞ്ഞു പോകുന്നത്, അതും കായലിൽ കൂടെ, വേറെ ആരുമില്ലാതെ ഒറ്റയ്ക്ക്. ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നില്ലേ? സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫോ ലാഗിങ് ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. റിവേഴ്സ് എടുക്കാനും ഒക്കെ പഠിച്ചു. നമുക്കൊരു ട്രയൽ തന്നത് കേട്ടോ. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറണം. മണിക്കൂറിന് 400 രൂപയാണ് ഇതിൻ്റെ ചാർജ്. മറ്റേ പെഡൽ ബോട്ട് ആകുമ്പോഴത്തേക്ക് 100 രൂപ. ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ്. രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റും. ഒരുപാട് ടൈപ്പ് ബോട്ടുകളുണ്ട്, ഒരുപാട് ടൈപ്പ്. സിംഗിളായിട്ടുള്ളതുണ്ട്, ഇതിൻ്റെ തന്നെ സിംഗിളായിട്ടുള്ളതുണ്ട്. ഇതിപ്പം ഡബിളാണ്. നല്ല വെറൈറ്റി കളറുകളാണ് എല്ലാം അല്ലേ? അപ്പം എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? ഇന്നത്തെ നമ്മുടെ മൺട്രോത്തുരുത്തിലെ വീഡിയോസ് അവസാനിക്കാൻ പോവുകയാണ്.
ഫിറോസ് ജി വന്നതുകൊണ്ടാണ് തീർച്ചയായും ഇന്ന് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ ഒരുപാട് പേര് എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ കണക്കുള്ള ഒരു രസം തോന്നാത്തത് കൊണ്ടുമാണ് നമ്മൾ വരാഞ്ഞത്. ഏതായാലും ഇന്നത്തെ ഈ വരവെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പ്രത്യേക എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞത് രാവിലെ കടലിലും വൈകുന്നേരം കായലിലും ഈ വന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇല്ലേ മറ്റൊരു വീഡിയോയിൽ കാണും വരെ. വളരെയധികം സന്തോഷം. നമ്മളെ നമ്പർ എടുപ്പുണ്ട്. നമ്മളെ പിള്ളേരൊക്കെ ഒരുപാട് പേര് വരും കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് കാര്യമായി പരിഗണിക്കുക. ഞാൻ വീണ്ടും വരുമായിരിക്കും കേട്ടോ. അന്നേരം മറക്കരുത്, എന്നെ മറക്കരുത്. ഞാൻ ഇനി വരും. അപ്പോൾ നമുക്ക് ഈ ഹൗസ് ബോട്ടിലല്ലേ പെഡൽ ബോട്ടും മറ്റേ ബോട്ടിൻ്റെ പേര് തരുന്നേട്ടാ കായാക്ക് ബോട്ടാണ് നേരത്തെ ഞാൻ വേറെണ്ണം കാണിച്ചത്. അത് നമ്മൾ തുഴഞ്ഞു പോകുന്നത്. അപ്പം ആ ബോട്ടുമൊക്കെ ഒരു ട്രയലൊക്കെ തന്ന് പുള്ളിക്കാരൻ നല്ല രീതിയിൽ നമ്മളായിട്ട് നല്ല സഹകരണമായിരുന്നു. അപ്പം നിങ്ങൾ മറക്കാതെ പുള്ളിക്കാരനെ തന്നെ വന്ന് കാണണം. കണ്ടിട്ട് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. വിളിക്കുക, വന്ന് കാണുക, എൻജോയ് ചെയ്യുക. നമ്മൾ എൻജോയ് ചെയ്ത് രാവിലെ വരണം. കഴിവതും രാവിലെയോ ഇല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം എത്തണം. ഞങ്ങൾ വന്നത് ഉച്ചയ്ക്കായിപ്പോയി. ഫിറോസ് ജി വരാനായിട്ട് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചൂട് അധികം നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥമാവും. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ വരിക. നമ്മളെ മൺട്രോത്തുരുത്തിലെ വീഡിയോ ഏകദേശം പൂർണ്ണമായിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.